അങ്ങനെ മുംബൈ അടുത്തൊരു മത്സരം കൂടി തോറ്റിരിക്കുകയാണ്. ഇന്ന് രാജസ്ഥാനെതിരെയാണ് മുംബൈ കളി തോറ്റത്. അടുപ്പിച്ച് മൂന്നാമത്തെ തോൽവിയാണ് മുംബൈ ഇന്ത്യൻസ് ഈ IPL-ൽ ഏറ്റുവാങ്ങുന്നത്. പാണ്ഡ്യയുടെ അഹങ്കാരം മാറിക്കിട്ടിയെന്നാണ് ആരാധകർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ മുംബൈ രാജസ്ഥാൻ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ഇന്ത്യൻസ് ശരിക്കും നാണം കെട്ടു. ഈ IPL-ലെ ഏറ്റവും മോശം കളിയാണ് ഇപ്പോൾ മുംബൈ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത്രയും മികച്ച ബാറ്റ്സ്മാൻമാരുണ്ടായിട്ടും ചെറിയൊരു സ്കോർ മാത്രമേ മുംബൈക്ക് ഇന്ന് നേടാൻ സാധിച്ചുള്ളൂ. ഇതിലും വലിയ തിരിച്ചടി മുംബൈക്ക് ഇനി കിട്ടാനില്ല. ഇന്ന് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടപ്പെടുത്തി 125 റൺസ് മാത്രമാണ് മുംബൈ എടുത്തിട്ടുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചത് ലോ ടാർഗറ്റ് ആയിരുന്നു. എന്നാൽ സെക്കൻഡ് ബാറ്റിംഗിൽ രാജസ്ഥാൻ ഈ സ്കോർ മറികടന്നു. ഇന്നത്തെ മുംബൈയുടെ തോൽവിക്ക് കാരണം അത് ബാറ്റിംഗ് ആണ്. ബാറ്റിംഗിൽ ആരും തന്നെ ഫോമായില്ല. രോഹിത് ശർമ്മ ഡെക്കിലാണ് പുറത്തായത്. ഒരു റൺസിൽ മുംബൈയുടെ 2 വിക്കറ്റാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ട്രെന്റ് ബോൾട്ടിനാണ്. രാജസ്ഥാന് വേണ്ടി ബോൾട്ട് മികച്ച പ്രകടനമാണെന്ന് പുറത്തെടുത്തത്. മുംബൈയുടെ 3 വിലപ്പെട്ട വിക്കറ്റുകളാണ് ബോൾട്ട് ഇന്ന് സ്വന്തമാക്കിയത്. അതുപോലെ യുസ്വേന്ദ്ര ചഹലും 3 വിക്കറ്റാണ് താരമെന്ന് 11 റൺസ് മാത്രം വിട്ടുകൊടുത്ത് നേടിയത്. ബോൾട്ടും ചഹലും മുംബൈ ഇന്ത്യൻസിന്റെ നടുപൊടിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബോൾട്ടിനെ വിട്ടുകൊടുത്തത് അബദ്ധമായെന്ന് ഇപ്പോൾ മുംബൈക്ക് തോന്നുന്നുണ്ടായിരിക്കും. ശരിക്കും ഇത്രയും മികച്ച ബാറ്റ്സ്മാൻമാരുണ്ടായിട്ടും മുംബൈക്ക് എന്തുകൊണ്ടാണ് കളിക്കാൻ സാധിക്കാത്തത്? അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് പാണ്ഡ്യയാണ്. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം തകർന്നിരിക്കുകയാണ്. താരങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമില്ലാതെ ആയിരിക്കുകയാണ്. രോഹിത് ശർമ്മയെല്ലാം ഓപ്പണിങ്ങിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കാറുള്ള താരമായിരുന്നു. അതുപോലെ ഇഷാൻ കിഷനും. എന്നാൽ ഇപ്പോഴത്തെ എല്ലാ കളിയിലും ഇവരെല്ലാം തന്നെ ഫ്ലോപ്പാണ്. പാണ്ഡ്യയാണെങ്കിൽ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ക്യാപ്റ്റൻസിക്ക് മാത്രമായിട്ടാണ് പാണ്ഡ്യ മുംബൈ ടീമിൽ. രോഹിത് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രോഹിത്തിന് കളിക്കാൻ സാധിച്ചില്ല. രാജസ്ഥാനാണെങ്കിൽ ഒരു ടീം വർക്കിന്റെ വിജയമാണ് ഇന്ന് സ്വന്തമാക്കിയത്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും രാജസ്ഥാൻ മികച്ചു നിന്നു. ഇതുവരെ IPL-ൽ ഒരു മാച്ച് പോലും തോൽക്കാതെയാണ് രാജസ്ഥാൻ വന്നിരിക്കുന്നത്. കളിച്ച 3 മാച്ചിലും ജയിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ. അപ്പോൾ ഇന്ന് മുംബൈ തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.